Welcome to the online platform of KTCT College of Arts and Science. I am Arya, Assistant Professor, Department of Commerce at KTCT CAS. Today we are discussing the module Management of Cooperatives. Now we are discussing the procedure of election to the committee. The procedures for the conduct of election to the committee are: the first one, taking decision to conduct election, appointment of returning officer, issue of voters list, issue of election notice, filing of nomination, scrutiny of nomination paper, publication of valid nominations, withdrawal of nominations, polling, counting of votes. So these are the procedures for the conduct of election to the committee of the society. The first one, taking decision to conduct election. The committee shall pass a resolution fixing the date, time and place for the conduct of election, and also a copy of which shall be sent to the register within a week. So the first procedure എന്ന് പറയുന്നത് ടേക്കിംഗ് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം, ഫിക്സിംഗ് ദ ഡേറ്റ്, time and place for the conduct of the election, and also these details shall be sent to the register within a week. So this is the first procedure of election to the committee. The next procedure is appointment of returning officer. On receipt of the copy of the resolution, the registrar appoint a returning officer for the conduct of the election. റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യും. ആൻഡ് ഓൾസോ രജിസ്ട്രാർ ഫിക്സസ് ഹിസ് റെമ്യൂണറേഷൻ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പ്രൊസീജിയർ ഓഫ് എലക്ഷൻ ടു ദ കമ്മിറ്റി, ദറ്റ് ഈസ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ദ നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ഇഷ്യൂ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. പ്രിപ്പയർ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് and objection, if any, will be filed within 3 days of the date of publication. So next procedure എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യണം. എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് കറക്ഷനൊക്കെ വരുത്തിയതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് ഇലക്ഷൻ നടക്കുന്നതിന് 10 ദിവസം മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് പ്രൊസീജിയർ, ഇഷ്യൂ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. The next procedure is issue of election notice. The returning officer shall send election notification to all members. അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എല്ലാ മെമ്പേഴ്സിനും ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ഷൻ നോട്ടീസിനകത്ത് ഡേറ്റ്, place and the hour between which polling will take place, and also last date for withdrawal of nominations, and date and hour when nomination paper will be scrutinized. ആ ഇലക്ഷൻ നോട്ടീസിനകത്ത് ആ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുക. ദാറ്റ് ഈസ് ആ ഒരു പോളിംഗ് നടക്കുന്ന ഡേറ്റ്, പ്ലേസ്, ആ ടൈം എന്നാണ്, എന്ന് വരെ നോമിനേഷൻ വിഡ്രോ ചെയ്യാം, അതുപോലെ നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഡേറ്റ്, ടൈം എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ആ ഒരു ഇലക്ഷൻ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും റിട്ടേണിംഗ് ഓഫീസർ സെൻഡ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ദ നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ഫയലിംഗ് ഓഫ് നോമിനേഷൻസ്. Nomination paper shall be presented before the returning officer by the contesting candidates. അതായത് നോമിനേഷൻ പേപ്പർ റിട്ടേണിംഗ് ഓഫീസറിൽ സബ്മിറ്റ് ചെയ്യുക. ആരാണോ ആ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത് ആ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് നോമിനേഷൻ പേപ്പർ റിട്ടേണിംഗ് ഓഫീസറിനടുത്ത് പ്രസൻറ്റ് ചെയ്തേക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷാൾ ബി സൈൻഡ് ബൈ 2 members
that is proposer and seconder, whose names are included in the list of members. The next procedure is scrutiny of nomination paper. The returning officer scrutinizes the valid nominations. If it is not in order, it shall be rejected. So the next step എന്ന് പറയുന്നത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ. റിട്ടേണിംഗ് ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു നോമിനേഷൻസ് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഓർഡർ, ഇത് കറക്റ്റ് ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ റിജക്റ്റഡ് ദ നോമിനേഷൻ. ആ റിട്ടേണിംഗ് ഓഫീസറിന് ആ നോമിനേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. The next procedure, publication of valid nomination. After scrutinizing the nomination paper, the returning officer shall publish the list of valid nominations on the notice board of the society. നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ വാലിഡ് നോമിനേഷൻസ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. That is the next procedure, publication of valid nomination. The next step is withdrawal of nomination. A candidate can withdraw nominations at any time but before 5 p.m. on the day following the day on which the valid nominations are published. So, contesting candidatesന് അവരുടെ നോമിനേഷൻസ് വിഡ്രോ ചെയ്യാനുള്ളൊരു സംവിധാനം, ഒരു സൗകര്യം കൂടി ഉണ്ട്. The next step is polling. The returning officer shall arrange for conducting a poll. The contesting candidates can appoint election agent. Voting compartments are arranged for maintaining secrecy in voting. So the next procedure എന്ന് പറയുന്ന പോളിംഗ് ആണ്. പോളിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ദ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് ഇലക്ഷൻ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാം. ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. ആ വോട്ടിങ്ങിൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. The last procedure is counting of votes. After the poll, the returning officer take necessary steps for counting of votes. At the close of counting, the results shall be recorded in the minutes book and published on the notice board. പോളിംഗ് ചെയ്തതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ വോട്ട്സ് കൗണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. കൗണ്ട് ചെയ്തതിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ദെൻ ആ റിസൾട്ട് മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം ആൻഡ് ഓൾസോ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. So these are the procedure of election to the committee.